കശ്യപ മഹർഷിക്ക് ആദ്യത്തെ ഭാര്യ അതിൽ അതിഥി, ദക്ഷന്റെ ആദ്യത്തെ പുത്രനാണ് അതിഥി. അതിഥിയിൽ ഉണ്ടാവുന്നതാണ് ദേവന്മാർ, അതായത് ഇന്ദ്രൻ, വരുണൻ, അഗ്നി, അങ്ങനെ ദേവന്മാര്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഭാര്യ ദിതിയിൽ ഉണ്ടാവുന്നതാണ് അസുരന്മാർ. അങ്ങനെ അത് കഴിഞ്ഞു അവരുടെ അസുരന്മാരുണ്ടായി, ദേവന്മാരുണ്ടായി. അത് കഴിഞ്ഞ് സുരസയില് കശ്യപ മഹർഷിക്ക് ഉരകങ്ങൾ ഉണ്ടായി. ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ വയറുകൊണ്ട് എഴയുന്നതാണ്. അപ്പൊ നാഗങ്ങൾ ഇതിൽ വരുന്നില്ല, ബാക്കിയുള്ള ജന്തുക്കൾ, ബാക്കി വയറുകൊണ്ട് എഴയുന്ന ജന്തുക്കളാണ് ഉരകങ്ങൾ. അത് കഴിഞ്ഞിട്ട് കദ്രു, വിനത എന്ന പിന്നെ അടുത്ത രണ്ട് ഭാര്യമാരുടെ, ദക്ഷന്റെ അടുത്ത രണ്ട് പുത്രിമാരാണ്. അവരുടെ സമയമായി ഗർഭിണികളാവാനുള്ള. അപ്പോ കശ്യപ മഹർഷി ചോദിക്കുകയാണ് എങ്ങനത്തെ കുഞ്ഞുങ്ങളാ വേണ്ടത് എന്ന് കദ്രുവിനോട് ചോദിക്കുക. അപ്പൊ കദ്രു പറയും എനിക്ക് 1000 കുഞ്ഞുങ്ങൾ വേണം. അത് പകുതി സർപ്പത്തിന്റെയും അത് പകുതി നാഗത്തിന്റെയും ബാക്കി മനുഷ്യന്റെയും രൂപമുള്ളവരായിരിക്കണം. അവർക്ക് മനുഷ്യനാവാനും നാഗമാവാനും കഴിവ് വേണം. അവര് സുന്ദരന്മാരും കഴിവുള്ളവരും മിടുക്കന്മാരും ബുദ്ധിയുള്ളവരും ഒക്കെ ആയിരിക്കണം. എല്ലാം തികഞ്ഞ ആൾക്കാരായിരിക്കണം എന്ന് പറയാണ്. അപ്പൊ കശ്യപ മഹർഷി അങ്ങനെ തന്നെ വരട്ടെ, അങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. വിനതയോട് ചോദിക്കും എങ്ങനത്തെ കുഞ്ഞുങ്ങളാണ് വേണ്ടതെന്ന്. അപ്പൊ വിനത പറയും എനിക്ക് 2 കുഞ്ഞുങ്ങൾ മതി, പക്ഷെ അവർ 2 പേരും കദ്രുവിന്റെ മക്കളെക്കാളും കേമന്മാരായിരിക്കണം. അപ്പൊ ഈ കദ്രുവിനും വിനതയ്ക്ക് ഒരു ഇതുണ്ട്, കൊച്ചിലെ മുതൽ എപ്പോഴും അടിയാണ് രണ്ടുപേരും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പുമാണ്. അപ്പൊ കദ്രു ആണെങ്കിൽ കുറച്ചുകൂടി ദുഷ്ടത കൂടിയ ആള്. അപ്പൊ 2 പേർക്കും എപ്പോഴും ദേഷ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കദ്രുവിനേക്കാളിലും മേളിൽ നിൽക്കണം വിനത, വിനതയെക്കാളിലും മേളിൽ നിൽക്കണം കദ്രു എന്നൊരു ചിന്തയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും.